സഖാക്കളെ ക്രൂരമായി വേട്ടയാടുന്നു. നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് വിശ്വാസമർപ്പിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് മടുത്ത് ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷനിൽ പതഞ്ഞു പോകുന്നത്. ഈ വികാരത്തെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഈ കൺവെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ സഖാക്കളോട് ചോദിച്ചപ്പോ പറയുന്നത്, ഇത് കേവലം ഒരു കൂട്ടായ്മയാണ്, ഒരു പാർട്ടിക്ക്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. കാരണം ഈ അനീതി വെച്ചു കുറിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്ത് ഇങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടാവില്ല. അസാമാന്യ കഴിവുള്ളതാണ്. ഇയാളെ കഴിവുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ രണ്ട് സഖാക്കളെ തമ്മിൽ മാനസികമായിട്ട് നല്ല യോജിപ്പോട് കൂടി ഇയാൾ 2 തവണ കണ്ടാണ്. 3ാമത്തെ ദിവസം പരിശോധന ഈ ടെക്നിക്ക് പടച്ച തമ്പുരാനെ ഞാൻ ഇന്നേ വരെ 2 ആള് സംസാരിക്കുന്നത് കണ്ട 3ാം ദിവസം ചത്തുപോകും. എന്താണ് ഈ ടെക്നിക്ക്? പാർട്ടി കമ്മിറ്റികളിലേക്ക് പോകും. പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ ഇയാൾ പങ്കെടുക്കും. പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. യോജിപ്പോട് കൂടി നിന്നിരുന്ന സഖാക്കളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇയാളാ പ്രശ്നം ഉണ്ടാക്കുന്നത്, വേറെ ആരുമല്ല. ഇയാൾ ആരോപണങ്ങൾ അങ്ങ് കൊണ്ടുവരികയാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് ആരോപണം വരണമെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾ ഉന്നയിക്കണ്ടേ? അവിടെ നിന്ന് പറയില്ല. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അതിന്റെ പേരിൽ അന്വേഷണ കമ്മീഷനായി, നടപടിയായി ആ കമ്മിറ്റിയിലെ കുറെ ആളുകളെ തിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയിലേക്ക് ഇയാളുടെ പാർശ്വവർത്തികളായ കുറച്ച് ആളുകളെ കമ്മിറ്റിയിലേക്ക് എടുക്കും. എന്നിട്ട് മേനി നടിക്കും. ആ കമ്മിറ്റി എന്റെ പക്ഷത്തായി. ഇങ്ങനെ കമ്മിറ്റി പിടിക്കുന്ന ഒരു സെക്രട്ടറി മാത്രമല്ല, ഇതിന്റെയൊക്കെ ഭാഗമായി എത്ര വിരോധികളുണ്ടായി ഈ പാർട്ടിയിൽ, പാലക്കാട് ജില്ലയിൽ. പലരും ഇയാളോടുള്ള വിരോധം കാരണം പാർട്ടി വിരോധികളായി മാറി. കോൺഗ്രസിലേക്ക് പോയ ആളുകൾ ഇല്ലേ? കോൺഗ്രസിലേക്ക് പോയില്ലേ? കുറെ ആളുകൾ പോയില്ലേ? കോൺഗ്രസിലേക്ക് പോയി. മുസ്ലിം ലീഗിലേക്ക് പോയ ആളുകളുണ്ട്. ഇയാൾ നേതൃത്വം കൊടുക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിയിൽ രക്ഷയില്ല. അങ്ങനെ വിവിധ പാർട്ടികളിലേക്ക് പോയവരുണ്ട്. മഹാഭൂരിപക്ഷം ആളുകളുണ്ട്. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പാർട്ടി ഉറച്ചു നിന്നു. മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ നിന്ന വിരോധികൾ, ഇയാളോട് വിരോധമുള്ള ആളുകൾ, ഇയാളുടെ നിലപാടുകളോട് ഒരിക്കലും യോജിപ്പില്ലായ്മ, ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്ന കടുത്ത വിമർശനം ഉയർത്തുന്ന ആളുകളുടെ ആകെ കൺവെൻഷൻ അല്ല ഇവിടെ ചേരുന്നത്. ഇയാളോട് ഇത്രയധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ ആരാണ്? യേശുദേവൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുദേവനെയും കടത്തി വെട്ടി ഇയാൾ 5 കൊല്ലക്കാലം കൊണ്ട് അനേകായിരങ്ങളെ വിരോധികളാക്കി, ഇത്രയധികം വിരോധികളാക്കി മാറ്റിയ ഒരു സെക്രട്ടറി ഈ ദുനിയാവിൽ, ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ബാബുവിനെ പോലെ. ആ വിരോധമുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ അല്ല ഇത്. അങ്ങനെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർത്താൽ ആ കൺവെൻഷൻ നടത്താൻ പാലക്കാട്ടെ വലിയ കോട്ട മൈതാനി പോലും തികയില്ല എന്ന വിവരം നിങ്ങളെ കാണുന്നിടത്തല്ല. ആരെങ്കിലും ഇയാളെ പറ്റി നല്ലത് പറയണ്ടേ? സതീശനോട് തെറ്റുപറ്റി. സതീശൻ ഇന്നലെ വിജ്ഞാനത്തെ പത്രക്കാരോട് പറഞ്ഞ് ഞാൻ കേട്ടു. സതീശനെ കണക്ക് തെറ്റിയതാണ്. 5 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, 5 അല്ല 7 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ മനസ്സ്, ശരീരം ഇവിടെയാണെങ്കിലും മനസ്സവിടെയാണ്.
നല്ല സന്ദർഭം നോക്കി ഞങ്ങള് അവിടെ വരും, നിങ്ങളുടെ കൂടെ എത്തും. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ. മാത്രമല്ല ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റികളെ പിടിച്ചെടുക്കുന്ന കുറെ ആളുകളെ പുറത്താക്കി ഇഷ്ടമുള്ള ആളുകളൊക്കെ അങ്ങനെ കയറ്റിയ സ്വാഭാവികമായി നടപടിക്രമം എന്ന രൂപത്തിൽ അങ്ങനെ നടന്നു പോകുന്ന അയാൾ ധരിച്ച് അങ്ങനെയാണ്. അവിടെയൊക്കെ മനസ്സ് വേദനിച്ച സഖാക്കളില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സ് വേദനിച്ച സഖാക്കളുണ്ട്. നിങ്ങൾ അറിയോ എത്ര സഖാക്കൾ? ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എല്ലാ സഹായങ്ങളും എനിക്ക് നൽകിയ, ഉപദേശങ്ങളും നൽകിയ, എന്റെ കയ്യിൽ പെശക് വന്നാൽ ഒരു പിതാവിനെ പോലെ എന്നെ ഉപദേശിക്കുന്നയാളാണ് ഉമ്മർക്ക. ആ ഉമ്മർക്കാന് മതിയായ അംഗീകാരം കൊടുക്കാൻ അവിടുത്തെ പാർട്ടി തയ്യാറായിരുന്നോ? സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സഖാക്കളുടെ മനസ്സ് അന്ന് വല്ലാതെ വേദനിക്കുകയാണ്. ആ വേദനിക്കുന്ന മനസ്സുകളിൽ നിന്ന് ഉയർന്നത് അന്ന് അമർന്ന് കത്തുന്ന തീയായിരുന്നു. കാരണം അമർന്ന് കത്താനേ പറ്റിയിട്ടുള്ളൂ. കാരണം ഈ ഭീഷണിക്ക് മുമ്പിൽ പ്രതികരിക്കാനാകില്ല. ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ പ്രിയപ്പെട്ട സഖാക്കളും നിങ്ങളും തയ്യാറായപ്പോ അമർന്ന് കത്തിയിരുന്ന തീ ആളിക്കത്തുന്ന തീയായി മാറി. ആ ആളിക്കത്തുന്ന തീയുടെ പ്രതിഫലനമാണ് ഈ കൺവെൻഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വികാരം മാനിക്കേണ്ട സംസ്ഥാന നേതൃത്വം ഇത് മാനിക്കാൻ തയ്യാറായാൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ, തെറ്റ് തിരുത്താൻ, കള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കാൻ, സ്പിരിറ്റ് കടത്തുകാരൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ ഞങ്ങളെല്ലാം ഈ ചുവന്ന പതാകയും പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ നാളെ നിൽക്കും. ഒരു സംശയവും വേണ്ട. പക്ഷേ തിരുത്താൻ തയ്യാറാവാം. അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കൺവെൻഷൻ വിളിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു വേഗം? ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടിയെന്നറിഞ്ഞപ്പോഴേക്കും ഈ പാർട്ടിയുടെ ഒരു ഗതികേട് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന വിദ്വാൻ എല്ലാ സ്ഥലത്തും പോവുക, പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ പോവുകയാണ്. സുരേഷ് ബാബു ചിറ്റൂർക്കാർക്ക് പ്രത്യേകം അതിൽ അത്ഭുതമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ആ പോക്കല്ല, ഈ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ, ആ പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഞാൻ ഇയാളെ ജാതകം വായിക്കാനൊന്നും ഇപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുക. സുരേഷ് ബാബുവിന്റെ ജാതകം വായിക്കാനൊന്നും ഞാനിപ്പോ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ ജാതകം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും തല കറങ്ങി താഴെ വരും. അത് കേൾക്കാനുള്ള കരുത്ത് നിൽക്കുന്നുണ്ടാവില്ല. അയാൾ വീണോണമെന്നില്ല കേട്ടാണ്. കാരണം എന്താ വെച്ചാൽ കാട്ടുപോത്തിന്റെ കൊമ്പ് കൂട്ടണം, കാണ്ടാമൃഗത്തിന്റെ തൊലി കൂട്ടണം, മരപ്പരം കപ്പരമുള്ളത്. ഇതിന്റെ ആളുകൾ ആരാധന മനസ്സിലായില്ല. കാട്ടുപോത്തിന്റെ കൊമ്പ് പാലക്കാട്ടെ CPIM വിമതരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് PK ശശി സംസാരിക്കുകയാണ്. അദ്ദേഹം ഇത് വിമതരുടെ കൺവെൻഷൻ അല്ല എന്നാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അസംതൃപ്തരുടെ പരിപാടിയാണിത്, കൂട്ടായ്മയാണ് എന്ന് പറയുകയാണ്. കൂടുതൽ CPIM നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരും. പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ്. സ്പിരിറ്റ് കച്ചവടക്കാരനെന്ന് ഒന്നിലേറെ തവണ പറഞ്ഞുകൊണ്ടുള്ള അതിരൂക്ഷ വിമർശനം അദ്ദേഹം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ
കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.